ഹായ്, ഞാൻ ദീപ. ഇന്നൊരു റാൻഡം വ്ളോഗാണ്. ഇന്നിപ്പം സൺഡേ ആണ്. സൺഡേ വൈകിട്ടൊരു 3:45. ഇന്നിവിടെ 2 പേർക്കും സൺഡേ സ്കൂൾ എക്സാമാണ്. അപ്പോൾ രണ്ടും ഒരേ സമയത്തല്ല, ഒരാൾക്ക് രാവിലെയും വേറൊരാൾക്ക് വൈകിട്ടുമാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരാളെ ബിജു കൊണ്ടുപോയി വിട്ട് പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നു ഇളയാളെ. പിന്നെ വൈകിട്ട് അന്നേനെ ഒരു 2 മണിയായപ്പോൾ കൊണ്ടുവിട്ടോ. ഇപ്പോൾ 4 മണിയാകുമ്പോൾ എക്സാം തീരും. ഇപ്പം വിളിക്കാൻ പോകണം. രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കത്തില്ല, കാരണം അത് മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അതാണ്, അല്ലാതെ എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. പിള്ളേരുടെ എല്ലാം കൂടെ എക്സാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു 4 മണിയാകുമ്പം അന്നനെ വിളിക്കാൻ പോകണം. ഈ നട്ടുച്ച വെയിലത്ത് പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആകെ ഡൗൺ ആവും. സാധാരണ ബിജു ഉണ്ടെങ്കിൽ ബിജു എന്നെ രാവിലെയും വിളിക്കും, വൈകിട്ടും വിളിക്കും. എനിക്ക് ആ തൊല്ലയില്ല, കാരണം എനിക്ക് ഈ വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഇതാണ്. പക്ഷെ ഇന്നിപ്പോൾ ബിജുവിന് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ബിജു അങ്ങ് പോയി. പിന്നെ ഇപ്പം ബിജു വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ആനീനെയും കൂടെ കൊണ്ടുപോകണം ഞാൻ. അപ്പം ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആനീനെയും കൊണ്ടുപോയി തിരിച്ചു വരണം. അപ്പം നമുക്കിനി ചായ വെച്ചിട്ട് സംസാരിക്കാം. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് എപ്പോഴും നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്നത്തെ ദിവസം. സാധാരണ ഞാനിപ്പം സാറ്റർഡേ സൺഡേസ് ഒക്കെ ഇരുന്നിട്ട് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് എഴുതും. സാറ്റർഡേ സ്ക്രിപ്റ്റ് എഴുതും, സൺഡേ ഞാൻ അടുപ്പിച്ചൊരു 3 വീഡിയോ ഷൂട്ട് ചെയ്തേച്ച് പിന്നെ അന്ന് തന്നെ സൺഡേ തന്നെ ഞാൻ മിക്കവാറും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങ് വെച്ചേക്കും. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച മൺഡേ ടു ഫ്രൈഡേ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമല്ലോ, അല്ല ഇതിനിടയ്ക്ക് ചെയ്യാൻ നിന്നാൽ നടക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒത്തിരി നേരം ഇരുന്നിട്ടും എനിക്ക് ആകെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഐഡിയ ആണ് കിട്ടിയത്. ആ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വയ്ക്കുകയും ചെയ്തു, നമ്മുടെ സ്ക്രിപ്റ്റ് ബുക്കിൽ ഞാൻ എഴുതുകയും ചെയ്തു. പക്ഷേ അതുപോലും ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കംപ്ലീറ്റ് പ്ലാൻ ചേഞ്ച് ആയിപ്പോയി. നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ പ്ലാൻ കംപ്ലീറ്റ് താറുമാറാവുകയാണെങ്കിൽ പോവും. കാരണം സാധാരണ ഇവരെ സൺഡേ സ്കൂളിൽ ബിജു വിടാൻ പോകുന്ന ആ ഒരു 2-3 മണിക്കൂറാണ് എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇന്നത് പറ്റിയില്ല, കാരണം രാവിലെ ഒരാൾ പോയി വന്നു, ഇപ്പോൾ വേറൊരാൾ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അയാളെയും കൊണ്ട് 2 മണിക്ക് പോയി. ഈ 2 മണിക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ ടയേർഡാവുക. പിന്നെ അങ്ങോട്ട് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് കിടന്ന് എണീക്കുമ്പോഴത്തേക്കും പിന്നെയും വിളിക്കാൻ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ ടൈം. അപ്പോൾ തന്നെ കംപ്ലീറ്റ് പ്ലാൻ കൊളായിപ്പോയി. വ്ളോഗിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിച്ചാലും ചെറിയ പ്ലാനിൽ ചേഞ്ച് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും, പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോവും. അതായത് നമ്മൾ ഭയങ്കര പാക്ഡ് ആയിട്ടായിരിക്കും. ഈ ശനി ഞായറൊക്കെ കിട്ടുന്നത് നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോൾ കാര്യം എന്നെ വിളിക്കുന്നുണ്ട്. ഹലോ. ഞങ്ങൾ ഇറങ്ങുമടി. എന്ത് പറ്റി, ഫ്രണ്ട്സ് ഉണ്ടോ? എന്നാൽ ചുമ്മാ നിന്ന് ആ പള്ളിയുടെ ഫ്രണ്ടിൽ കാണണം കേട്ടോ. നീ ഒരു 5-10 മിനിറ്റിന് ശേഷം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചോളാം നിന്നെ. ശരി. പയ്യെ വരത്തുള്ളൂ. ശരി. എന്നെ വിളിച്ചപ്പം അവളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ചെല്ലാനാണ് പറഞ്ഞത്. പയ്യെ ചെന്നാൽ മതിയെന്ന്, കാരണം അവൾക്ക് അവിടെ കുറച്ചൊന്ന് തെണ്ടിയൊക്കെ നടക്കണം. എന്നെ പോലെ തന്നെയാണ് ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ പ്ലാൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാണക്കത്തെ ഒരു അവസ്ഥയാണ്. അന്നേരം എനിക്കൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല. ശരിക്കും ആനീനെ പഠിപ്പിക്കാനുണ്ടായിരുന്നു, അടുത്ത ആഴ്ചയൊക്കെ അവൾക്ക് പരീക്ഷ തുടങ്ങുവാണ്. അതുപോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവളെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാനായിട്ട് വിളിക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. വിളിക്കുമ്പോൾ പറയും ഒരു 5 മിനിറ്റും കൂടെ ഞാനിത് കളിച്ച് വെച്ചു. അപ്പം തീർക്കാണ്ടില്ല, ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് പോലെ നമ്മളോട് ഒരു മൈൻഡ് പോലും ഇല്ല, കാരണം കംപ്ലീറ്റ്ലി ഇതിനകത്താണ് ആൾ. എന്തോ നീ കളിക്കുന്നത്? നമുക്ക് ചേച്ചിനെ വിളിക്കാൻ പോണ്ടേ? ഇതെന്തോ ഇത് ഗെയിം. അപ്പോൾ എന്തായാലും നമുക്ക് അധികം താമസിക്കാതെ അന്നേനെ വിളിച്ചിട്ട് വരാം.
ശേഷം ശ്രദ്ധിച്ചാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് ബാ അനി കേറി വാ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ആനി നല്ല ടയർഡാണ്, ആനിക്ക് ഉറക്കം വരുന്നത്. അതുകൊണ്ട് ഇന്നിനി പഠിപ്പിക്കല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും ക്ഷീണിച്ചു പോയി. കാരണം രാവിലെ 8:30 പോയി, 11:30 ആയപ്പോൾ അവൾ തിരിച്ചു വന്നു. പിന്നെ അന്നേനെയും കൊണ്ട് പോകാൻ നേരത്ത് വീണ്ടും 2 മണിക്ക് പോയി, ഒരു 2:30-3 മണിയായപ്പോൾ തിരിച്ചു വന്നു. പിന്നെ ഇതാ ഇപ്പം 4:15 പോയി, പിന്നെ 5 മണി. അപ്പോൾ വരുന്ന വഴി മൊത്തം ഉറങ്ങി ആണ് അവൾ വന്നത്. അപ്പോൾ അവൾ മൊത്തം ടയർഡായി. ശരിക്കും ഇങ്ങനെ വെക്കരുത്. കാരണം 2 പേർക്കും കൂടി ഒരുമിച്ച് അങ്ങ് നടത്തിയ, കാരണം വീട്ടിൽ ഇപ്പോൾ 2 ലെവൽ ഓഫ് പിള്ളേരാണ്. 1 തൊട്ട് 7 വരെ രാവിലെയും പിന്നെ ബാക്കിയുള്ളവർക്ക് വൈകിട്ടും. മേ ബി ഇരിക്കാനുള്ള പൊസിഷനൊക്കെ നോക്കിയിട്ടായിരിക്കും. എങ്കിൽ പോലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പിള്ളേർ ഒത്തിരി ദൂരെ നിന്നാണ്. ഞങ്ങളിപ്പം എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ മാറിയിട്ടാണ്. ഒത്തിരി ദൂരെ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്റ്റേ ചെയ്യണം. അതും ഈ കരിഞ്ഞ വെയിലത്ത്. ഒരു ശനിയാഴ്ച ഞായറാഴ്ച റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇല്ലാതെ ചെയ്തൊരു ചുമ്മാ ഒരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനിയിപ്പം അടുത്ത നാളത്തേക്കുള്ള പരിപാടികൾ, ഇന്നത്തെ കംപ്ലീറ്റ് ദിവസം വെറുതെ പോയി, ഒരു വേസ്റ്റ് സൺഡേ. അപ്പം ഇനിയിപ്പോൾ 2 വീഡിയോക്കുള്ള സ്ക്രിപ്റ്റ് എങ്കിലും കിട്ടുമോ നോക്കണം. പിന്നെ ആനിമേനെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. അവൾ മിക്കവാറും ഇപ്പോൾ ഉറങ്ങും. ആനി വന്ന് ചായ കുടിച്ചേ. ഇത് ചായ തണുത്തെന്ന് തോന്നുന്നു. തണുത്തിരിക്കുമോ? അപ്പം ആനിമേനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വലിയ കുഴപ്പമില്ല, കുടിച്ചു, കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി ഫ്രഷ് ആവും ആനി കേട്ടോ. ചൂടാണ്. എന്നാൽ പിന്നെ കുറച്ച് നേരം കഴിയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഐഡിയയുടെ ക്ഷാമം ഇല്ലാതില്ല. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ പറയാൻ വന്നത്, നമ്മൾ ടു ഡു ലിസ്റ്റിലൊക്കെ ഓൾറെഡി ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ അങ്ങ് ഡൗൺ ആയി പോകും. അപ്പം ഈ ടുഡുവും പ്ലാനിങ്ങും എല്ലാം എപ്പോഴും ഒന്നും വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഞാനിനിയിപ്പം നമ്മുടെ പ്ലാനിങ് ബുക്ക് കംപ്ലീറ്റ്ലി മാറ്റി എഴുതണം. പിന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വയ്ക്കണം. അടുത്ത ആഴ്ച എനിക്ക് അധികം പണികളൊന്നും ചെയ്യാനൊക്കത്തില്ല. വേറെ കുറച്ച് അലുക്കുലുത്ത് പണികൾ വന്നിട്ടുണ്ട്. അപ്പം അത് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ബൊട്ടിക്കിൻ്റെ വർക്കുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല അടുത്ത ആഴ്ച. വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം വഴിയെ കാണാം. വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് വീഡിയോ ഇഷ്ടപ്പെടുമോ അതോ ബോറാണോ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക്